ഹലോ ഹായ് നമസ്കാരം. നമ്മൾ ഇന്ന് ഈ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിനെക്കുറിച്ച് കാലക്രമേണ എന്നിലുണ്ടായിട്ടുള്ള അറിവുകളുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സ്കിൻ കെയറിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ പണ്ടാണെങ്കിൽ പൗഡർ ഇടുക എന്നുള്ളതായിരുന്നു എനിക്ക് ആകെ അറിയാവുന്നൊരു കാര്യം. അതിനുശേഷം ഈ ഫേസ് വാഷ് എന്ന് പറയുന്ന ഒരു പരിപാടിയെക്കുറിച്ച് ഞാൻ വിശദമായി മനസ്സിലാക്കുന്നത് എനിക്ക് 22 വയസ്സെന്തോ ആയപ്പോഴാണ്. അതിനുശേഷമാണ് നമ്മൾ പതിയെ പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ, ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ, ഇവരെക്കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത്, അതായത് പൊതുവായി പറഞ്ഞു കേട്ടിരുന്ന കുറേ വാക്കുകൾ ഉപയോഗിച്ച് അതിനെ അധിക്ഷേപിക്കുന്ന ഒരു ലെവലിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പുട്ടി അടിച്ച് പോവുക. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു കുറച്ച് കണ്ടിരുന്നൊരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ ഒരു സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നിടത്തു നിന്നാണ് ഈ പറയുന്നൊരു ഡിഫറൻസ്, ഇങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നൊരു കാര്യത്തിലേക്കൊക്കെ ഞാൻ മനസ്സിലാക്കി വരുന്നത്. അതുപോലെ നമ്മൾ ജീവിതത്തിൽ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരുപാട് ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളും കുറച്ച് ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ധാരണകൾ പൂർണ്ണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്. അതുകൊണ്ട് പലതരം കൺഫ്യൂഷൻസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല ആഗ്രഹങ്ങളും ആളുകളുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര സജീവമായതുകൊണ്ട് ഇപ്പോൾ ശ്രുതി എന്ന വീഡിയോയിൽ ഫസ്റ്റ് വന്നതിന് ശേഷം വന്നിട്ടുള്ള കുറേ കമൻറ്റ്സ് ഇങ്ങനെയായിരുന്നു, ശ്രുതി ചേച്ചിയുടെ സ്കിൻ കെയർ സീക്രട്സ് എന്തൊക്കെയാണെന്ന് പറയാമോ, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ്. സോ നമ്മൾ വിചാരിച്ചു നമുക്ക് സ്കിൻ കെയറിനെ കുറിച്ച് സംസാരിക്കണം, അത് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കുറച്ച് വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് എടുത്താൽ പൊങ്ങാത്തൊരു വിഷയമാണ്. ഐ മീൻ എൻ്റെ അറിവ് പരിമിതമാണ് കമ്പയർഡ് ടു ശ്രുതി. ആ വിഷയം എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയും എന്നൊക്കെയുള്ളത് ശ്രുതി നമുക്ക് പറഞ്ഞുതരും. സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ എനിക്കും ഉണ്ണിക്കും പനിയാണ്. അതുകൊണ്ട് പ്ലീസ് നമ്മളുടെ ഈ ഒരു ശബ്ദത്തിൻ്റെ പ്രശ്നം നിങ്ങൾ ഇതൊന്ന് കരുതണം. ഏതൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മളിൽ നിന്ന് തന്നെ സംസാരിച്ച് തുടങ്ങണം എന്നാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആദ്യം എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഞാൻ പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്ന ആളാണ്. കാരണം ഒന്ന്, എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ്. നമ്മുടെ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ ഒരു സെൽഫ് കെയർ ഇതിൻ്റെ ഒരു പാർട്ടാണ്. സെക്കൻഡ് തിങ്, ഞാൻ സ്കിൻ അലർജിക് ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ സ്കിൻ ബാരിയറിന് ഇഷ്യൂ ഉണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് അലർജിക് ആവുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് താമസിക്കുമ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. എനിക്കൊരു പരിധിയിൽ കൂടുതൽ ചൂട് എൻ്റെ സ്കിന്നിലേക്ക് വരുന്ന സമയത്ത് സ്കിന്നിലൊക്കെ ഇങ്ങനെ റെഡ് കളർ, ഇങ്ങനെ തടിപ്പ് പോലെ വരും. പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത് എനിക്ക് ഇഷ്യൂസ് വരും. ഒരുപാട് പൊടി, ചില സമയത്ത് ചില സ്ഥലങ്ങളിലെ വെള്ളം, ഇതൊക്കെയും എൻ്റെ സ്കിന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒന്നും എൻ്റെ സ്കിന്നിരിക്കില്ല. റാഷസും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു സ്കിൻ ടൈപ്പ് തന്നെയാണ് എൻ്റെ. കൃത്യമായ ഇടവേളകളിൽ, അതായത് ഞാൻ ഒരു വർഷത്തിൽ 4 തവണയെങ്കിലും എൻ്റെ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുകയും അഡ്വൈസസ് എടുക്കുകയും എൻ്റെ സ്കിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് പറയുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇതിന് നേരെ ഉൾട്ടായിട്ടുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. മേക്കപ്പ് ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ലാത്ത, സ്കിൻ കെയർ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത, നമ്മൾ ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് അതേ അവസ്ഥയിൽ അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാരും ഉണ്ട്. ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ, ഞാനിപ്പോൾ എവിടേക്കെങ്കിലും ഒക്കെ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത്, ഇനി അതല്ല ഞാൻ ഭയങ്കര മൂഡ് ഔട്ടൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഒന്ന് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഒന്ന് നന്നായിട്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. മേക്കപ്പ് എന്ന് പറയുന്ന സമയത്ത് സ്കിന്നിൽ നമുക്ക് ഈ ഫൗണ്ടേഷൻ, കൺസീലർ, എനിക്ക് ഇങ്ങനത്തെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് എനിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സ്കിൻ കണ്ടീഷൻ കൊണ്ട് എനിക്ക് അതൊന്നും, അല്ലെങ്കിൽ പിന്നെ ഞാൻ അത്രയും ഹൈ എൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, ആ കാര്യത്തിൽ ഞാൻ റിലേഷൻ പിശിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്യാറില്ല. പക്ഷേ ലിപ്സ്റ്റിക് ഇടുക, കണ്ണെഴുതുക, ഐബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യുക, പൊട്ട് തൊടുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് ഞാൻ ഒരു 90% സമയങ്ങളിലും ഞാൻ അങ്ങനെ ചെയ്ത് തന്നെയാണ് ഞാൻ പുറത്ത് പോകാറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അനുഭവിച്ച പ്രിവിലേജസും ഉണ്ട്, പ്രശ്നങ്ങളും ഉണ്ട്. പ്രിവിലേജസിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം എടുത്ത് പറയേണ്ടത് സ്കിന്നിൻ്റെ കളറാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വെളുത്ത കളർ, അത് പ്രത്യേകിച്ച് പെൺകുട്ടി വെളുത്ത കളറാണെങ്കിൽ എന്തോ ഒരു വലിയ സംഭവം പോലെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുക. പിന്നെ ബാക്കി കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇത്തിരി പ്രശ്നം ഉണ്ടെങ്കിലും അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. കുട്ടിയുടെ കളർ വെളുത്തതാണല്ലോ, പിന്നെ കുഴപ്പമില്ല, വെളുത്ത കുട്ടിയാണല്ലോ, അല്ല വെളുത്ത കുട്ടിയാണെങ്കിൽ ഐശ്വര്യമുള്ള കുട്ടിയാവും. അത് മാത്രമല്ല നമുക്ക് എന്തും പറയുകയും ചെയ്യാം. അവരെങ്ങനെ പ്രത്യേകിച്ച് അതിനകത്ത് കുട്ടി വെളുത്തതാണല്ലോ, ഈ പരസ്യമായിട്ട് ഇവരിത് പറയില്ലെങ്കിൽ പോലും നമുക്കറിയാം നമ്മൾ വെളുത്ത കളറായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രിവിലേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കറുത്ത നിറമുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളർ ഷെയ്ഡുള്ള ഒരു കുട്ടിക്ക് ഭയങ്കര കോംപ്ലക്സ് ആണെന്ന് പറയും. ആ കോംപ്ലക്സ്
അവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് കിളച്ചുണ്ടാക്കുന്ന സാധനമല്ല. അവരനുഭവിച്ച കാര്യങ്ങളിൽ നിന്ന്, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർക്കുണ്ടായിട്ടുള്ള നമ്മളായിട്ട് കൊടുത്തൊരു സാധനമാണ് ഈ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അല്ലാതെ അവരായിട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമൊന്നുമല്ല. എൻ്റെ അടുത്ത് ഉണ്ണി കുറേ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്, മറ്റു പല സുഹൃത്തുക്കളും ഈ പറയുന്ന പോലെ. പിന്നെ നമ്മളും കുറേ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം. അപ്പോൾ പ്രിവിലേജസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് സ്കിന്നിൻ്റെ കളറാണ്. പിന്നെ ഞാൻ സൊസൈറ്റിയിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എനിക്ക് 2 പ്രശ്നങ്ങളാണ് ഓർത്തെടുക്കാൻ പറ്റുന്നത്. ഒന്ന്, എൻ്റെ മുടി കേളി ഹെയർ ആയിരുന്നു. ഇപ്പം അത് ബെനിഫിറ്റാ. എനിക്ക് എൻ്റെ മുടി ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ ഒരു തവണ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കേട്ട് ഒരു സമയത്ത് നമുക്ക് തോന്നില്ലേ, എൻ്റെ മുടി അപ്പം ഇതില്ല. ഞാനപ്പോൾ ഒരു ടൈം ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാവുന്നത്. ആദ്യത്തെ കുറച്ച് നാളൊക്കെ ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും. പക്ഷെ പിന്നെ നമുക്ക് അങ്ങോട്ട് എനിക്ക് എൻ്റെ ഫേസേ മാറിപ്പോയ പോലെയൊക്കെ തോന്നുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആ പരിപാടിക്ക് നിന്നിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ മുടി ഇത്രത്തോളം ഇഷ്ടമാണെന്ന് ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ തന്നെയല്ല, ഈ ചുരുണ്ട മുടിയുള്ള കുട്ടികളില്ലേ, അവർക്ക് അനുസരണയില്ല എന്ന് പറയും. നിന്റെ സ്വഭാവം പോലെയാണ് നിന്റെ മുടി എന്നൊക്കെ പറയാം. അതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ചുരുണ്ട മുടിയുള്ള കുട്ടികൾക്ക് അനുസരണയില്ല. പിന്നെ ഞാൻ നേരിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് മെലിഞ്ഞതായിരുന്നു. ഡിഗ്രി കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പിന്നീടും കുറേ നാൾ ഇങ്ങോട്ടേക്ക് വരെ എനിക്ക് 43 കിലോ ആയിരുന്നു. ഞാൻ ഈ അടുത്താണ് 50 കിലോ ക്രോസ് ചെയ്തത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ വീടിനടുത്തുള്ള ആൻറ്റി ഒരു ദിവസം എൻ്റെ യൂണിഫോം ഇങ്ങനെ കഴുകിയിട്ടായേ ഇല്ലേ. പല നാട്ടിൽ പല ആൾക്കാർ പല പേരെ പറയും, ആശാന്ന് പറയും, അയാന്ന് പറയും. അതായത് നമ്മളിങ്ങനെ കഴുകി ഉണക്കി അത് തന്നെ കയറിൽ ഇങ്ങനെ ഇട്ടേക്കായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ആ ചേച്ചി ഇങ്ങനെ വന്നിട്ട് ആ കയറിൽ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ യൂണിഫോം കിടക്കുക ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് എന്നെ ഒന്ന് നോക്കി. അതായത് അത്രയേ ഉള്ളൂ. ഞാൻ അത് കണ്ടിട്ടാണ് ഇതിനെ എങ്ങനെ കെട്ടിച്ച് വിടും, ഇത് കഴിയുമ്പോൾ അത് കെട്ടിച്ചൊക്കെ വിടണമെന്ന് അതൊക്കെ പറയാൻ വലിയ കോമഡിയാണ്. ഞാൻ അത്രയും വിരോധാഭാസത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമുക്ക് വേറെ ഇതിലൊരു ടോപ്പിക്ക് വരുമ്പോൾ സംസാരിക്കാം. രണ്ടും ഉണ്ട്. ഭയങ്കര ക്ലീഷേ പോലും തോറ്റുപോകുന്ന ക്ലീഷേ ചോദ്യമില്ല. വീട്ടിലൊന്നും കഴിക്കാൻ തരാറില്ലല്ലേ. ഞാനാണെങ്കിൽ 3 നേരം നന്നായിട്ട് ചോറും കറിയും കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ആളാണ്. പക്ഷെ ഇത് വരണ്ടേ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? വരത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഇപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഇതൊക്കെ പണ്ടല്ലേ, ഇതൊക്കെ കഴിഞ്ഞു പോയില്ലേ എന്ന് ചോദിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ച സമയത്ത് അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റ്, ഈ ടോപ്പിക്കൊക്കെ ഔട്ട്ഡേറ്റഡ് ആയില്ലേ ചേട്ടാ, പുതിയ ടോപ്പിക്ക് കൊണ്ടുവരുമെന്ന്. ഞാൻ ആലോചിക്കുന്നത് ആ കമൻറ്റ് സെക്ഷനിൽ അത്രയും ആൾക്കാർ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളൊരു പ്രശ്നം അനുഭവിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം ടോപ്പിക്ക് ഔട്ട്ഡേറ്റഡ് ആയി എന്നല്ല, നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ് എന്നുള്ളതാണ്. അത് അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ ഒരു വ്യത്യാസമുള്ള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മളിത് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കും, മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പറയും, ഇനി അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ചിരിക്കും. പക്ഷേ ഇപ്പോൾ കുറേ കൂടി ആൾക്കാർ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നും, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കുറച്ച് നമുക്ക് തിരിച്ച് പറയാമെന്നും ഒക്കെ പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ പ്രതികരണശേഷി കൂടിയിട്ടുണ്ട്. ഞാൻ ഒരു സമയം വരെയൊക്കെ വിചാരിച്ചായിരുന്നു, ഓക്കെ നമ്മുടെ തലമുറയോടുകൂടി പല ദുഷിപ്പുകളും ഇല്ലാണ്ടായി എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. വളരെ യങ്ങായിട്ടുള്ള ജനറേഷനിലെ ആൾക്കാർ പോലും ഈ വക കാര്യങ്ങൾ സംസാരിക്കുകയും കളിയാക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ സമൂഹത്തിൽ നിന്നും മാറി സുന്ദര സുരഭിലമായൊരു ലോകം നമ്മളെ നാളെ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന പ്രതീക്ഷകളൊന്നും എനിക്കിപ്പോഴില്ല. നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ ആണെങ്കിലും പ്രതികരണങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും ഇതിനെതിരെ റെസ്പോണ്ട് ചെയ്യുക. ചിലപ്പം നമ്മുടെ വായിൽ നിന്നും 2 കേൾക്കും എന്ന് പേടിച്ചിട്ടെങ്കിലും ബാക്കിയുള്ളവർ ഈ വക വർത്തമാനവുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കുകയാണെങ്കിൽ അത്രയും ആവട്ടെ. മാത്രമല്ല, നമ്മൾ ഓരോ ജനറേഷനിൽ നിൽക്കുമ്പോഴേ നമ്മൾ ആദ്യം വിചാരിക്കും നമ്മുടെ മുകളിലത്തെ ജനറേഷനാണ് ഭയങ്കര മോശം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ന്യായീകരിച്ച് പറയും ഞങ്ങളുടെ ജനറേഷനിൽ അങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞ് നമുക്ക് പ്രായമാകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പറയും നമ്മുടെ ജനറേഷൻ വരെ ഉള്ളൂ, താഴത്തെ ജനറേഷൻ അടിപൊളിയാണ്, അവരോട് ചോദിച്ചാൽ അറിയാം അവരനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്താണെന്നുള്ളത്. ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കും. ഇതിൽ മെയിൻ ഒരു ഫാക്ടർ എനിക്ക് തോന്നുന്നു, ഒരു വലിയ വിഭാഗം ആളുകൾക്ക് അറിവില്ലായ്മയാണ്. വേറെ കുറച്ച് ആളുകൾക്ക് ഒരു ബേസിക് അറിവുണ്ട്. ഈ ബേസിക് അറിവുള്ള ആൾക്കാരും അറിവില്ലാത്ത ആൾക്കാരും തമ്മിൽ ഈ കോംപ്ലിക്കേഷൻസ് നടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ശരിക്കും അറിവുള്ള ആൾക്കാരില്ലേ, അവർക്കൊരു ലൗഡ് വോയിസ് കിട്ടില്ല. അതായത് ഇപ്പോൾ സ്കിൻ കെയറിൻ്റെയോ അല്ലെങ്കിൽ ബ്യൂട്ടി സീക്രട്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന പരിപാടികൾ, ഇതിനെക്കുറിച്ച് ശരിക്കും അറിയാവുന്ന ഡെർമറ്റോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റുകൾ, അതായത് ശരിക്കും അറിയാവുന്ന, എനിക്കറിയാവുന്നത് മറ്റുള്ളവന് ഉപകാരപ്പെടണമെന്ന് ചിന്തിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകൾ. ബിസിനസ് ഉണ്ട്, പക്ഷേ ബിസിനസ്സിനും അപ്പുറത്തേക്ക് നമ്മളിതിൻ്റെ ഒരു അവബോധം സൃഷ്ടിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഒന്ന്, അവർക്ക് സ്പേസ് കിട്ടില്ല. 2, ആ അവബോധം കിട്ടുന്ന ഒരാൾക്കാരെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ മെയിൻ സെലിബ്രിറ്റീസൊക്കെയാണ്. കാരണം ഈ സ്കിൻ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടി വരുന്നവരാണ്. പക്ഷെ അവരും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കില്ല. അടിസ്ഥാനപരമായിട്ട് സംഭവിക്കുന്നത്,
വളരെ കുറച്ച് അറിവുള്ള ആൾക്കാരും ഒട്ടും അറിവില്ലാത്ത ആൾക്കാരും തമ്മിൽ ഇങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നില്ല എൻഡ് ഓഫ് ദ ഡേ. നമ്മൾ സിനിമയിലുള്ള ആൾക്കാരുടെ കാര്യം സംസാരിക്കുന്ന സമയത്ത് പലരും പറയും, സിനിമ എന്ന് നമ്മൾ പറയുമ്പോൾ ഫീമെയിൽ ആക്ടേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചേർത്ത് വെക്കുക സ്ത്രീകളെയാണല്ലോ. പുരുഷന്മാർക്ക് പൗരുഷമാണ്, സ്ത്രീകൾക്കാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ചേർത്ത് വെക്കുക. അങ്ങനെ വെക്കുന്ന സമയത്ത് പലരും ചോദിക്കുന്നത്, ഇപ്പോൾ കാലം കുറേ മുന്നോട്ടേക്ക് വന്നു, പണ്ടത്തെ പോലെ ഈ പെർഫെക്റ്റ് റേഷ്യോയിലുള്ള നായകന്മാരൊന്നും അല്ലല്ലോ നമുക്കിപ്പോൾ ഉള്ളത്, ഒക്കെ മാറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്നതിനെ നമ്മൾ കാണാതൊന്നും ഇരിക്കുന്നില്ല. പണ്ട് നമുക്ക് വെളുത്ത നിറത്തിലല്ലാത്ത ഒരു നായിക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. അവിടെ നിന്നും നമ്മൾ ഒരുപാട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ കണ്ടൊരു ചർച്ച എന്ന് പറയുന്നത്, ഈവൻ നമ്മളോടും വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ എപ്പോഴും നമ്മൾ കാണുന്നത് നായകന്മാർ കറുത്ത നിറമുള്ളവരും നായികമാർ വളരെ ഫെയർ ആയിട്ട്, അതായത് അവിടുത്തെ സ്ത്രീകൾ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അവർ മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നുമാണ് നായകന്മാരെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നായകന്മാരായിരിക്കും. അവരുടെ നിറം എന്ന് പറയുന്നത് വെളുപ്പെന്നൊക്കെ പറഞ്ഞാൽ പോരാ, ഭയങ്കര വെളുപ്പായിരിക്കണം. അപ്പോഴേ ഒരു തമിഴ് സിനിമയുടെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു ചർച്ച അതിപ്പോഴും നടക്കുന്നുണ്ട് സജീവമായിട്ട്. പക്ഷെ അതിനകത്ത് കാര്യമുണ്ട്. അത് ഈവൻ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള നായകന്മാരാണെങ്കിൽ പോലും കളർ എന്ന് പറയുന്നത് അവിടെ ഒരു വലിയ ഫാക്ടറാണ്. കളർ മാത്രമല്ല, ഈ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാവരും പറയാറുണ്ട്. പ്രേമം സിനിമ വന്നപ്പോൾ സായി പല്ലവി വന്നതോടുകൂടി ഈ മുഖക്കുരുള്ള നായകന്മാരെന്നൊക്കെ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ വന്നു എന്ന് പറയുന്നുണ്ട്. സായി പല്ലവിക്ക് ലഭിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് അവർ നാച്ചുറൽ ആയതിൻ്റെ പുറത്ത് അത് വേറൊരു എക്സ്ട്രീം ഫാൻ ബേസ് അവർക്കുണ്ട്. അതായത് ബാക്കി നായകന്മാരൊക്കെ വൃത്തികെട്ടവരാണ്, സായി പല്ലവി മാത്രമാണ് നല്ലത് എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം ഫാൻ ബേസ് അവർക്കുണ്ട്. പക്ഷേ അത് സായി പല്ലവിയുടെ ടാലന്റ് കൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത് ടാലന്റ് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിനകത്ത് ഈ പറയുന്ന ഇപ്പോൾ ശ്രുതിയുടെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് അനുഭവിച്ചു എന്ന് പറയുന്നത് പോലെ ഈ ഫെയർനെസ്സും സായി പല്ലവിയുടെ കാര്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതേ എന്താ പറയുക, നമ്മൾ ഈ മുഖക്കുരുവിൻ്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ തന്നെ നമുക്കിവിടെ നിമിഷ സജയനുണ്ട്. നിമിഷ സജയൻ എല്ലാ പടത്തിലും ഒരേ എക്സ്പ്രഷൻ ആണല്ലോ എന്നാണ് എല്ലാവരും പറയുന്നത്. സായി പല്ലവിയും അങ്ങനെയൊക്കെ തന്നെയല്ലേ, കഥാപാത്രത്തിനനുസരിച്ച് ആ ഇമോഷൻസിനെ ഉൾക്കൊണ്ട് പെർഫോം ചെയ്യുക എന്നുള്ളതല്ലേ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ രണ്ടുപേരും ഒരേ തട്ടിൽ അളക്കപ്പെടണം. പക്ഷേ സായി പല്ലവിക്ക് അവിടെ ഒരു എക്സ്ട്രാ ഫാൻ ബേസ് ഉണ്ടാകുന്നതിൽ ഈ പറയുന്ന ഒരു പ്രറ്റി പ്രിവിലേജ് എന്ന് പറയുന്ന സംഭവം, ഫെയർ സ്കിൻ എന്ന് പറയുന്നത് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പച്ചയ്ക്കുള്ള പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. നിമിഷ സജയൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വൃത്തിയില്ല എന്നുള്ള തരത്തിൽ ഞാനൊരു പോസ്റ്റ് കണ്ടാണ്. നിമിഷ സജയനെ കാണുമ്പോൾ ഒരു വൃത്തി തോന്നുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല അവരേത് തരത്തിലാണ് വന്ന് നിങ്ങളുടെ മുന്നിൽ പ്രൂവ് ചെയ്യേണ്ടത് അവർക്ക് വൃത്തിയുണ്ട് എന്നുള്ളത്. അവരുടെ മുഖക്കുരുവിനെയൊക്കെ വെച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. നിമിഷ സജയൻ ഒരു വൃത്തിയില്ല, പക്ഷെ സായി പല്ലവിക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പോസ്റ്റ് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഡിഫറൻസസ് അവിടെയുണ്ട്. അപ്പോഴും നമ്മൾ മുഖക്കുരു വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഈ പറയുന്ന പല്ലിൻ്റെയും ചുണ്ടിൻ്റെയും കണ്ണിൻ്റെയും ഒക്കെ അളവുകൾ അപ്പോഴും നമുക്കൊരു സെറ്റായിട്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും നമുക്ക് പ്രശ്നമാണ്. നമ്മൾ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്ത സമയത്തും നമുക്ക് ആ വീഡിയോ ഒക്കെ ഞാൻ ഓരോ ആൾക്കാരുടെയും ഞാനിങ്ങനെ കുത്തിയിരുന്ന് കാണുന്ന സമയത്തും എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരൊരു പോയിന്റിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇതാണ് നമ്മൾക്ക് റീച്ച് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞ് ഇവർ ആദ്യമേ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെക്കും. ആ സെറ്റ് ചെയ്ത് വെക്കുന്നത് മിക്കവാറും ഒരു സിനിമാ നടിയുടെ കാര്യമായിരിക്കും. സിനിമാ നടിമാരെ പോലെയാകാൻ, അല്ലെങ്കിൽ ഒരു സിനിമാ നടിയുടെ ഫോട്ടോ കൊടുത്തിട്ട് ഇതേപോലെ ആകാൻ നമുക്കിത് ചെയ്യാം. അപ്പം സ്റ്റാൻഡേർഡ് ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചു, ഇനി നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയാൽ മതി എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. അപ്പം ഞാൻ ആ സമയത്തൊക്കെ ആലോചിച്ചത്, നമ്മൾ അനുഭവിച്ച ബോഡി ഷേമിങ് നമുക്കറിയാം. ആ സമയത്ത് നമ്മൾ എന്തുമാത്രം, നമ്മൾ ചെറുതിലേ തൊട്ടല്ലേ ഇതൊക്കെ കേട്ട് തുടങ്ങുക. അപ്പോൾ ആ വരുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ഒരാൾ പറയാണ്, നിങ്ങൾക്ക് ഇനിയും തൊട്ട് ബോഡി ഷേമിംഗ് ഒന്നും അനുഭവിക്കേണ്ടി വരില്ല, നിങ്ങളെ ഞാൻ ഈ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തരാം, ഞാൻ പറയുന്ന പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി എന്ന് പറയുന്ന സമയത്ത് എന്തുമാത്രം വൾണറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളവിടെ ചൂഷണം ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്തും എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ കാര്യം അതാണ്. അതിൽ ഞാൻ തന്നെ കണ്ടിട്ട്, ഇപ്പം ഒരു ഫീമെയിൽ, ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വൾണറബിൾ സ്റ്റേറ്റിൽ നിൽക്കുന്ന, ഞാൻ സുന്ദരി ആവില്ല, ആം ഐ നോട്ട് ഗുഡ് ഇനഫ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുന്നത് പോലെ എനിക്കും ദേഷ്യം വന്നു പോയ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നടിമാരുടെയൊക്കെ ആംപിറ്റ്സ് നോക്കൂ. അവരുടെ ആംപിറ്റ്സ് ഒക്കെ വെളുത്തിരിക്കുന്നത് കണ്ടോ? നിങ്ങളുടെ ആംപിറ്റ്സ് കറുത്തിട്ടാണോ? അപ്പോൾ അത് വെളുക്കാൻ വേണ്ടിയിട്ട് ഈ ക്രീം തേക്കും എന്ന് പറയുമ്പോൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ജോയിൻസിലെല്ലാം, അതിപ്പോൾ കഴുത്താണെങ്കിലും കക്ഷമാണെങ്കിലും കൈയാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ജോയിൻസിലൊക്കെ വരാൻ സാധ്യതയുള്ളൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അതായത് അവിടെ കുറച്ച് ഡാർക്കായിട്ടിരിക്കും.
ദാറ്റ്സ് നോർമൽ, ദാറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ. അത് ഒരു നടി വെളുപ്പിക്കുന്നത് അവർ ഈ പറയുന്ന ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അവർ സെറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. പക്ഷേ അതൊരു സാധാരണ ഒരു വ്യക്തി അത് വെച്ച് തൻ്റെ ബോഡിയെ കമ്പയർ ചെയ്ത് റേറ്റ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് അതിനെ പുഷ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ കാണിക്കുന്ന വൃത്തികേടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ കണ്ടൻറ് ക്രിയേറ്ററിനെ പോലും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടായിരുന്നു അത്രയും ഭീകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് കൊടുത്തു. ആ പ്രോഡക്റ്റ് ആ കുട്ടിക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഇപ്പോൾ നമ്മളൊരു സ്കിൻ കെയർ ഡോക്ടറെ ചെന്ന് കണ്ടാൽ അവർ പറയുന്നത് നമുക്ക് വേണ്ടിയാണ് തരുന്നത്. നമ്മുടെ സ്കിൻ ടൈപ്പിന്, ടെക്സ്ചറിന്, നമ്മുടെ കണ്ടീഷന്, ഈവൻ ബ്ലഡ് ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമുക്കൊരു സാധനം തരുന്നത്. അങ്ങനെ തരുന്ന ഒരു പ്രോഡക്റ്റ് ചിലപ്പോൾ മറ്റൊരാൾക്ക് വർക്കായില്ല, ചിലപ്പോൾ ഓപ്പോസിറ്റ് ഫലം ഉണ്ടാക്കിയെന്ന് വരും. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പുഷ് ചെയ്യുന്നത്? ആ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് നിങ്ങൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അപ്പോൾ ഇത് ബ്യൂട്ടി വ്ളോഗേഴ്സ് മാത്രമല്ല ചെയ്യുന്നത്, ഈവൻ സിനിമാക്കാരുടെ ഭാഗത്തു നിന്നും ഇതുപോലെയുള്ള പരസ്യങ്ങളൊക്കെ വരാറുണ്ട്. ചില ക്രീമൊക്കെ തേച്ചിട്ട് കൈമൊക്കെ പിടിച്ച് നിൽക്കുന്ന നടിമാരെ നമ്മൾ കാണാറുണ്ട്. ഞാൻ അന്ന് ഈ വീഡിയോസൊക്കെ നോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും അതിന് മുന്നേ ഒക്കെ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്ത്യൻസിന് നമ്മുടെയൊക്കെ ഫേസിൻ്റെ ഒരു കളർ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ അണ്ടർ ആം പാർട്ടിലാണെങ്കിലും നമ്മളുടെ വജൈനയുടെ പാർട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന മാറ്റങ്ങൾ, കാര്യങ്ങൾ ഇതൊക്കെ ഇഗ്നോർ ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജ് ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത്. നമ്മുടെ പല ഹെൽത്ത് കണ്ടീഷൻസിൻ്റെയും ഒരു സൈൻ ചിലപ്പം ഫസ്റ്റ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലായിരിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണണം. സ്കിന്ന് തരുന്ന ഒരു സിഗ്നൽസിനെയും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. അതേപോലെ തന്നെ പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ റുട്ടീനും കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ നമ്മുടെ ബോഡീനെ നന്നായിട്ട് നോക്കുന്നു എന്ന് പറയുന്നതിൽ നമ്മൾ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ സ്കിന്നിനെ നന്നായി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. ഇനി ഇങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ നന്നായിട്ട് നോക്കുന്നില്ല എന്ന തരത്തിൽ മിസ്ലീഡ് ചെയ്യിക്കുന്ന പ്രൊമോഷൻസാണ് ആൾക്കാർ കൂടുതൽ ചെയ്യുക. അപ്പോൾ അതൊട്ടും ഒരു പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൂവായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇതിനെ റിയലൈസ് ചെയ്ത് തുടങ്ങി. ഇത് നമ്മളെ മിസ്ലീഡ് ചെയ്യിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് അവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാം. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ വേറൊരാളെ പോലെ ആകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആരെങ്കിലും ഗൈഡ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിയാലിറ്റി നമ്മളൊന്ന് മനസ്സിൽ വെച്ചേക്കുക എന്നുള്ളതുണ്ട്. നമ്മളിതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് തുറന്നു പറഞ്ഞ്, ഇപ്പം ഞാൻ ഇൻസ്റ്റയിലൊക്കെ കുറേ റീല് കാണാറുണ്ട്. ആൾക്കാർ അവരായിരിക്കുന്ന അവസ്ഥേനെ അക്സെപ്റ്റ് ചെയ്ത് തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ. എന്നെ നിങ്ങൾ ഇവിടെ ഒരു ലൈറ്റുണ്ട്, ഈ ലൈറ്റിൽ ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ ഒറിജിനൽ സ്കിന്നിനെക്കാട്ടിലും കുറച്ചും കൂടി ഈ പറയുന്ന തരത്തിലൊരു ഗ്ലോ ഒക്കെ തരുന്ന തരത്തിലായിരിക്കും നിങ്ങൾ എന്നെ വീഡിയോയിൽ കാണുക. പക്ഷെ അല്ലാതെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ പാടില്ലേ? എൻ്റെ സ്കിന്നിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസവും എനിക്ക് അലർജി വന്നിട്ടുണ്ടായിരുന്നു, അലർജിക് റിയാക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന സ്പോട്ട്സൊക്കെ ഇപ്പോഴും എൻ്റെ മുഖത്തുണ്ട്. ഞാൻ പണ്ട് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ എന്തോ വീണതിൻ്റെ പാട് എൻ്റെ ഫേസിൽ ഇപ്പോഴും ഉണ്ട്. എൻ്റെ ദേഹത്ത് സൂര്യപ്രകാശം അടിക്കുന്നതിൻ്റെ ടാനുണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇതെല്ലാം ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാട്ടോ. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് കിടന്ന് നമ്മളെ ആൾക്കാർ പുഷ് ചെയ്ത് നമ്മളിങ്ങനെ തത്രപ്പാട് പിടിച്ച് കിടന്ന് ഓടുന്ന സമയത്ത് എൻ്റെ സ്കിൻ ഇങ്ങനെയൊക്കെയാണ്, അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതായിരിക്കുന്ന അവസ്ഥ അങ്ങനെയാണ്, അതിൽ ഞാൻ ഓക്കെ ആണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം, അതും നമ്മൾ എൻജോയ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റിനോട് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ആരെങ്കിലും വന്നിട്ട് സിനിമാ നടികളുടെ കൂട്ടുള്ള അണ്ടറാം നിങ്ങൾക്ക് വേണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് വേണ്ട, എനിക്ക് എൻ്റെ അണ്ടറാം മതി എന്ന് പറയാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ്, ആ ഒരു ലെവലിലേക്ക് നമ്മൾ വളർന്നല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുള്ള ആ താരങ്ങൾ, അവരുടെയൊക്കെ ഫോട്ടോ എന്തിനാണ് നമ്മൾ തംബ്നെയിലിൽ വെച്ചിട്ടുള്ളതെന്നാണല്ലോ. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള ആ റീല് നമുക്കൊന്ന് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. மகிமாவோட பியூட்டி சீக்ரெட் என்ன அப்படின்னு சொல்லி எங்க ஆபீஸ்ல இருந்து ஒரு எடிட்டர் வந்து அனுப்பி விட்டாரு. என்ன இதை மட்டும் கேட்கடா ப்ளீஸ் அப்படின்னு சொல்லி கேட்டாரு. சந்தோஷமா இருந்தாலே வந்து அது ஃபேஸ்ல தெரிஞ்சிரும்னு நினைக்கிறேன் நானு. சந்தோஷமா இருங்க, அந்த அந்த ഗ്ലോ ഫേസ്ல வந்துரும். ചേച്ചി എങ്ങനെയാ ഇത്ര ക്യൂട്ടായിട്ട് എങ്ങായിട്ടിരിക്കണേ? ഫിസിക്കലി എനിക്ക് തോന്നുന്നു എന്റെ അച്ഛൻ്റെ ഒരു ശരീരപ്രകൃതി ഏകദേശമൊക്കെ ഇങ്ങനെയായിരുന്നു. അപ്പൊ അതെന്തെങ്കിലും പാസ് ഓൺ ചെയ്ത് കിട്ടിയതായിരിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് ആവശ്യത്തിനൊക്കെയുള്ള വർക്കൗട്ടും സ്ട്രെങ്തനിങ്ങും ഒക്കെ ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. വർക്കൗട്ട് ഭയങ്കര വർക്കൗട്ട് ഒന്നും ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ കൂടെ
காலேஜ்ல கூட படிச்ச பொண்ணுக்குலாம் வயசாயிடுச்சு. ஆனா இவ்வளோ காம்ப்ளிமெண்ட்ஸை கொடுக்குறீங்கன்னு அதை வாங்கிடுறேன். தேங்க்யூ வெரி மச். தலைமையின் ரகசியத்தை கொஞ்சம் சொன்னீங்கன்னா இன்னும் கொஞ்சம் வயசாகாம நாங்க பாத்துக்குவோம். ஒரு ரகசியம் கிடையாதுப்பா. இட்ஸ் ஹார்ட் ஒர்க். நல்லா சாப்பிடுவேன், நான் நல்லா எக்ஸசைஸ் பண்ணுவேன் அண்ட் ஜாலியா இருப்பேன், அவ்வளவுதான். അനശ്വരാജൻ സ്കിൻ കെയർ സീക്രട്ട് സീക്രട്ടോ അങ്ങനെയൊന്നുമില്ല. ഇല്ല, వెల్లం కుడికాను. స్టే హైడ్రేటెడ్. నాకు కొబ్బరి నీళ్ళు కావాలి, డెఫినెట్గా కావాలి. ఒక అట్లీస్ట్ 2 లీటర్స్ 3 లీటర్స్ డే ఐ డ్రింక్. ഞാനൊരു സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് പുറത്ത് പറയണോ വേണ്ടായോ എന്നുള്ളത് എൻ്റെ മാത്രം ഇഷ്ടത്തിൽ വരുന്നൊരു കാര്യമാണ്. ഒരാളിപ്പോൾ വന്നിട്ട് ചോദിക്കുക, അയ്യോ ഇന്നലെ വരെ കണ്ട പോലല്ല, ഇന്ന് കറക്റ്റായിട്ട് കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ, നന്നായിട്ടുണ്ട്, എന്താ ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ ഇന്ന ട്രീറ്റ്മെൻറ്റ് എടുത്തു, അതിൻ്റെ വ്യത്യാസമാണ് എന്നുള്ളത് പറയാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ ഹാപ്പി ആയിട്ടായിരുന്നു, ഇന്നലെ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു, അതുകൊണ്ട് ഇന്ന് എൻ്റെ സ്കിൻ നന്നായിട്ട് റീഫോം ചെയ്തു, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ഉറങ്ങി, നന്നായിട്ട് വെള്ളം കുടിച്ചു. ഇതൊക്കെ നമ്മുടെ സ്കിൻ കണ്ടീഷനെ ഇംപ്രൂവ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. പക്ഷേ ഒരു സെലിബ്രിറ്റീനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന, ഇപ്പം മഹിമ ഒത്തിരി വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ വന്ന സമയത്തെ മഹിമ എങ്ങനെയാണ്, ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഹണി റോസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അവർ വന്ന സമയത്തെ അവരുടെ ഒരു രൂപവും ഇപ്പോഴത്തെ രൂപവും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ഇന്ന ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ വന്ന കാലത്ത് ആൾക്കാർ വളരെ ഫെമിലിയർ ആണ്. ഇപ്പോൾ സംയുക്ത മേനൻ, തീവണ്ടി എന്ന് പറയുന്ന സിനിമയിൽ വന്ന സംയുക്ത മേനനും ഇപ്പം നമ്മൾ കാണുന്ന സംയുക്ത മേനോനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അവരുടെ ഓരോ ഫേഷ്യൽ ഫീച്ചേഴ്സും മാറിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ചോയ്സാണ്. ഇത് പറയണോ വേണ്ടായോ എന്നുള്ളത്. ഞാൻ പറയുന്നത് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കൺഫ്യൂഷനുണ്ട്. ഞാൻ എങ്ങനെ കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. ഞാനിപ്പോൾ ഈ നടുക്കും കൂടി ഈ ഹെയർ സ്റ്റൈൽ എടുത്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ 2 സൈഡിലും ഞാൻ ബാങ്ക്സ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ അങ്ങനെ കാണാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിലുള്ള ഒരു മേക്ക് ഓവർ ചെയ്യുന്നത്. അതേപോലെ ഓരോ വ്യക്തിക്കും അവരെ എങ്ങനെയാണോ കാണാൻ ഇഷ്ടം, അത്തരത്തിൽ ഇപ്പോൾ എനിക്ക് നാളെ പോയിട്ട് ലിപ് ഫില്ലർ ചെയ്യണം, എനിക്ക് എൻ്റെ ചുണ്ട് കുറച്ചും കൂടി വലുതായിട്ട് കാണുന്നതാണ് ഇഷ്ടം എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്യും. എനിക്കതിനുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാം. അതിനകത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ ഞാൻ ഇന്നത് കൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആവാൻ വേണ്ടി ആളുകൾ മുഴുവൻ ഇത് ചെയ്യാൻ തുടങ്ങും. അതിന് ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ജിമ്മാണ്. ആമ്പിള്ളേർക്ക് പെട്ടെന്ന് കണക്ട് ആവും. നമ്മളൊരു ജിമ്മിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് മുഴുവൻ ഹെവി മസിലൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെയാണ്. മറ്റേ മിസ്റ്റർ ഒളിമ്പിയൊക്കെ ടൈറ്റിൽ വിൻ ചെയ്തിട്ടുള്ള ആളുകൾ, അതുപോലെ നമ്മളെ കോച്ച് ചെയ്യാൻ നിൽക്കുന്ന ആളുകളും അവരുടെ ഹെൽത്തും ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. ഭയങ്കര മാസ്കുലിനായിട്ടുള്ളൊരു ബോഡിയാണ് നമ്മൾ കാണുക. അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇതാണ്. കാരണം ഇവരെല്ലാവരും കൂടി സെറ്റ് ചെയ്യുന്ന ടാർഗറ്റും ഇതാണ്. അപ്പോൾ ഇവിടെ എത്താൻ വേണ്ടി നമ്മൾ പണിയെടുക്കും. പക്ഷേ മിസ്റ്റർ ഒളിമ്പിയയിൽ നമ്മൾ കാണുന്നത്, മിസ്റ്റർ ഒളിമ്പിയ വരെ ഒന്നും പോകണ്ട, നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന ഒരു ജംഗ്ഷനിൽ നടക്കുന്ന ഒരു ബോഡി ബിൽഡർ കോമ്പറ്റീഷൻ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോമ്പറ്റീഷന് വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ട്. അവിടെയാണ് ഈ മസിൽസ് ഓരോന്നും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്ന തരത്തിലുള്ള വർക്കൗട്ടുകൾ നടക്കുന്നത്. കൃത്യമായിട്ടുള്ള ഡയറ്റ് ഉണ്ട്, ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റ് ഉണ്ട്. അതുപോലെ പ്രോപ്പർ സപ്ലിമെൻറ്റ്സ് ഉണ്ട്. ആ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ മാനേജ് ചെയ്യാനുള്ളൊരു കൺസൾട്ടേഷൻ അവരെടുക്കും. ഇത്രയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേജിൽ നിൽക്കുന്ന ഫുൾ മസിലുള്ള ഒരു ആളുടെ ഫോട്ടോ കാണുന്നത്. ഈ ഫോട്ടോ കണ്ടിട്ട് നമ്മൾ ജിമ്മിൽ പോകാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ വർക്കൗട്ട് ചെയ്താൽ അതുപോലെ എത്തണമെങ്കിൽ അയാൾ അവിടെ എത്തിയത് 7-8 കൊല്ലം ട്രാവൽ ചെയ്തിട്ടാണ്. അതിൻ്റെ കൂടെ സപ്ലിമെൻറ്റ്സിൻ്റെ ഹെൽപ്പ് അയാൾക്കുണ്ട്. അയാളുടെ ജനറ്റിക്സ് ഒരു പരിധി വരെ അയാൾ സഹായിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോയാൽ, ഞാൻ ജിമ്മിൽ പോയി 2 മാസം കഴിയുമ്പോൾ എനിക്ക് മസിൽ മുളച്ച് വരില്ല എന്നുള്ള യാഥാർത്ഥ്യം എനിക്കറിയാം. പക്ഷേ പലരും ഇത് പറയില്ല. കാരണം ജിമ്മിൽ പോയാൽ ഇങ്ങനെയാവും, അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ എടുത്താൽ ഇങ്ങനെയാവും എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ലൈനാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ അനശ്വര വെള്ളം കുടിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ, മഞ്ജു വാര്യർ വർക്കൗട്ട് ചെയ്താൽ മതി, ഡാൻസ് ചെയ്താൽ മതി എന്ന് പറയുന്ന പോലെ, മഹിമ സന്തോഷിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ, ഇത് ചെയ്താൽ മതി, ഇത് അവരുടെ ആ പാത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് അവരെ അവിടെ എത്തിച്ചിട്ടുള്ള വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് അനുകൂലമായ കുറേ സാഹചര്യങ്ങളുണ്ട്. ഇത് ജിമ്മിൽ കിട്ടാതെ വരുമ്പോൾ 3 മാസം കഴിയുമ്പോൾ ഞാൻ ഇവിടെ പിടിച്ച് അമർത്തി നോക്കുക, ഒന്നും പൊങ്ങി വന്നില്ല, ഞാൻ നിർത്തും, ഞാൻ ഡീമോട്ടിവേറ്റഡ് ആവും. 2 കാര്യങ്ങൾ സംഭവിക്കും. എനിക്കൊരിക്കലും ഇത് സാധിക്കില്ല എന്ന് പറയുന്നൊരു തോന്നലുണ്ടാവും. ഇവർ കള്ളം പറയുകയാണെന്ന് തോന്നും. ഇനി മൂന്നാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഇവർ പറയാത്ത എന്തോ ഉണ്ട്, അത് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങും. അങ്ങനെ അന്വേഷിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വളരെ ഫോൾസ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കും. എടാ നീ ഈ സപ്ലിമെൻ്റ് എടുത്താൽ നിനക്ക് പെട്ടെന്ന് മസിൽ വരും. അങ്ങനെ ഈ സ്പോട്ട് മസിൽ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇഞ്ചക്ഷനും അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആളുകൾ പോകും. അത് തെറ്റായ ഇൻഫർമേഷനാണ്. തെറ്റായ ഇൻഫർമേഷൻ ആളുകളിലേക്ക് എത്തുന്നത് പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടാതിരിക്കുകയും ഇൻഫർമേഷൻ കിട്ടിയിട്ട് എനിക്കിത് ചെയ്യണം, എനിക്കിത് അച്ചീവ് ചെയ്യണം എന്ന് പറയുന്ന ചിന്ത വരുമ്പോഴാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ആ സൗന്ദര്യത്തിനെ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് എല്ലാം നമ്മുടെ ചോയ്സാണ്. അതിനെക്കുറിച്ച് ഒരാൾ വന്ന് നിങ്ങളെങ്ങനെ അവിടെ എത്തി എന്ന് ചോദിക്കുന്ന സമയത്ത് അത് പറയാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. പക്ഷേ തെറ്റായ ഇൻഫർമേഷനോ വളരെ മിനിമലായിട്ടുള്ള ഇൻഫർമേഷനോ കൊടുക്കുന്ന സമയത്ത് കൊച്ചു പിള്ളേരാണ്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി അനശ്വര പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആ കുട്ടി വെള്ളം കുടിക്കുന്നത് കൂട്ടും. ചിലപ്പോൾ ഇത് എത്ര കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ദിവസം ഞാൻ 2 ലിറ്റർ വെള്ളം കുടിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ബോഡി വെയ്റ്റിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് വെള്ളം കുടിക്കുന്നത് ആരോഗ്യ പ്രശ്നമാണ്, ജീവൻ നഷ്ടപ്പെടാൻ സാഹചര്യം അതുണ്ട് കേട്ടോ. ഞാൻ ഈ അടുത്തും ഒരു ഡോക്ടർ സംസാരിക്കുന്നത് കേട്ടതാണ്. അതായത് ഈ ABC ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഈവൻ വെള്ളത്തിൻ്റെ കാര്യം പോലും നമ്മുടെ ശരീരഘടനയ്ക്ക് അനുസരിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത്. ഒരു മനുഷ്യൻ ഇപ്പം ഞാനൊരു ദിവസം 4 ലിറ്റർ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത്രയും വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ശരീരത്തിന് എന്താണ് വേണ്ടത്, അതേപോലെ ABC ജ്യൂസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളൊരു ഡോക്ടറിനെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഡ്വൈസിൽ മാത്രം നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത് ഭയങ്കരമായിട്ട് ഞാൻ കാണുന്നതാണ് ഈ ABC ജ്യൂസ് കുടിക്കുക. ഇത് എല്ലാവരുടെയും ബോഡിക്കൊന്നും അത്ര നല്ല കാര്യമല്ല അത് ഡെയിലി കൺസ്യൂം ചെയ്യുന്നത്. പിന്നെ ഇവർ ചിലപ്പോൾ വെള്ളം കുടിക്കുന്നു എന്ന് പറയുന്നത്, നമ്മളിത് പറയുമ്പോൾ അനശ്വരയെ ടാർഗറ്റ് ചെയ്യുന്നു വിചാരിക്കല്ലേ. ഞാൻ ഒരുപാട് നടിമാർ ഏറ്റവും കൂടുതലും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഞാൻ ഒരുപാട് വെള്ളം കുടിക്കും, വെള്ളമാണ് എൻ്റെ സ്കിന്നിൻ്റെ ഒരു ഭംഗിയുടെ രഹസ്യം എന്നൊക്കെ പറയും. ഈ വെള്ളം കുടിക്കുന്നത് ഒരു പക്ഷേ അവരെടുക്കുന്ന എന്തെങ്കിലും സപ്ലിമെൻറ്റിൻ്റെയോ മെഡിസിൻ്റെയോ ഭാഗമായി അവർ ചിലപ്പോൾ സാധാരണയിൽ കവിഞ്ഞ് വെള്ളം കുടിക്കണം. ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ഒരാൾ ക്രിയാറ്റിൻ എടുക്കുകയാണെങ്കിൽ അവരുടെ വർക്കൗട്ടിന് അത് കൂടുതൽ സപ്പോർട്ട് ചെയ്യും. പക്ഷേ നിങ്ങൾ ക്രിയാറ്റിൻ എടുക്കുമ്പോൾ നിങ്ങൾ അത്രയും വെള്ളം കുടിക്കണം. ഞാൻ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റിനെ കുറിച്ച് പണ്ട് ജിമ്മിൽ പോയ സമയത്ത് അന്വേഷിച്ചപ്പോൾ നീ ക്രിയാറ്റിൻ എടുക്കുന്നതിന് കുഴപ്പമില്ല, പ്രോപ്പർ അളവിൽ കൃത്യം അളവ് അവർ പറയും അത്രേ കഴിക്കാൻ പാടുള്ളൂ. മാത്രമല്ല അത് എടുക്കുമ്പോൾ നീ കുടിക്കേണ്ട ഇത്രയും വെള്ളമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കുപ്പിയൊന്നും കൂടെ കൊണ്ടുവരണം ഇത്ര വെള്ളം അളന്ന് കുളിക്കുന്ന ആളൊന്നുമല്ല. അങ്ങനെ ഒരാൾ ക്രിയാറ്റിൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അപകടമായേക്കാം. അപ്പം വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മരുന്നിൻ്റെയോ സപ്ലിമെൻറ്റിൻ്റെയോ ആവശ്യമായിട്ടാണോ അവർ പറയുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ അവൻ്റെ ബോഡി വെയ്റ്റിനനുസരിച്ച് എടുക്കാവുന്നതിൽ കൂടുതൽ വെള്ളം എടുക്കുക, ഈ പറയുന്ന ABC ജ്യൂസ്, ചില സാധനങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ തേക്കുന്നത്, അത് എല്ലായ്പ്പോഴും നമുക്ക് ഒരു റിസൾട്ട് തരണമെന്നില്ല, എല്ലാ ആളുകൾക്കും ഒരേ റിസൾട്ട് തരണമെന്നില്ല, അതെല്ലാം മാറി മാറി വരും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ നിങ്ങൾക്ക് അവർ ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നു, എനിക്കും അതുപോലെ ആവണം. അതുപോലെ ആവണം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അതുപോലെ ആവണം എന്നായിരിക്കില്ലല്ലോ. ചിലപ്പോൾ അവരുടെ സ്കിന്നായിരിക്കാം, ചിലപ്പോൾ അവരുടെ ഹെയർ ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ നെയിലായിരിക്കാം, എനിത്തിങ്. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റിൽ നിന്ന് ഒരു നിർദ്ദേശം എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. നമ്മൾ മറ്റേ എന്താണ് ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സും ഇഞ്ചക്ഷനും വിറ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസ് കുറേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഗ്ലൂട്ടാത്തിയോൺ അങ്ങനെ വെറുതെ വാരി വലിച്ച് തിന്നേണ്ട ഒരു സാധനമല്ല. അത് എടുക്കുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങളത് എടുക്കാൻ പാടില്ലായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാകും. നമ്മൾ ഈ എളുപ്പമാർഗ്ഗങ്ങൾ, കാര്യം ഇവരാരും എക്സാക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല, തെറ്റായ ഇൻഫർമേഷനോ ഭാഗികമായിട്ടുള്ള ഇൻഫർമേഷനോ കൊടുക്കുന്നു. അങ്ങനത്തെ പരിപാടികൾ അത് സെലിബ്രിറ്റീസ്, ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യ രഹസ്യം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്താണെങ്കിൽ പറയണം എന്നൊന്നുമല്ല. നിങ്ങൾ ഈ തുടങ്ങിയ സമയത്ത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ കണ്ടതാണ്, നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും നമ്മൾ കാണുന്നതാണ്. ഈ ഒരു ട്രാവലിൽ നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ വർക്കൗട്ട്, നിങ്ങളുടെ ഈ പറയുന്ന സ്ലീപ്പ് റൊട്ടീൻ, ഡയറ്റ്, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഹോർമോണൽ ചേഞ്ചസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാതെ നേരെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ടാവും. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കും. എൻ്റെ ട്രീറ്റ്മെൻറ്റ് രഹസ്യങ്ങൾ എൻ്റെ പ്രൈവസിയാണ്. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു തരും, ഒരു രോഗിയുടെയും ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി പ്രൈവറ്റ്, ആര് ചോദിച്ചാലും കൊടുക്കില്ല. അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഈ യാത്രയെക്കുറിച്ച് ഇതിനിങ്ങനെ അല്ലാതെ മറ്റൊരു വഴിയാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഇതൊരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലേ. എനിക്കിപ്പോൾ ഇവിടുന്ന് അടുത്ത ജംഗ്ഷനിൽ പോകാനുള്ള വഴി അറിയാം, ഈസി വഴി അറിയാം, പെട്ടെന്ന് പോകാനുള്ള വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നേരെ പുറകോട്ട് പോയിട്ട് ഒരു 12 കിലോമീറ്റർ പോയിട്ട് ചുറ്റും വന്ന് അതിൻ്റെ അപ്പുറത്ത് കൂടി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ വഴി പറഞ്ഞു കൊടുത്താൽ, ആക്ച്വലി ഞാൻ വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന ഒരു വഴി ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ അവർക്ക് ആവശ്യമുള്ള വഴിയല്ല ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്നത് പറയാം. എന്നിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളൊരു നല്ല സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും നല്ല ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉപദേശം നമുക്ക് അവിടെ കൊടുക്കാനുണ്ടല്ലോ. ഓരോ സെലിബ്രിറ്റീസും
ഇൻഫ്ലുവൻസേഴ്സാണ്. ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഉത്തരവാദിത്വമുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, നിങ്ങളിപ്പോൾ അത് അറിയണ്ട എന്ന് പറയാം. അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാം. ഈ ഹാഫ് ബേക്ക്ഡും അതുപോലെ തെറ്റായിട്ടുള്ളതുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കരുത് എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. പിന്നെ നമ്മളും റെസ്പോൺസിബിൾ ആവേണ്ട ആവശ്യമുണ്ട്. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് എൻ്റെ സ്കിൻ കെയർ ക്ലിനിക്കിൽ പോയ സമയത്ത്, ഡോക്ടറിനെ കാണാൻ പോയ സമയത്ത്, അവിടെ ഏറ്റവും കൂടുതൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറിനെ കണ്ടു. അവർ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവരെന്തായാലും ഒരിക്കലും ഒരു സ്കിൻ കെയർ ക്ലിനിക്കിൽ ചെന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ഡോക്ടർ ഇന്ന പ്രൊഡക്റ്റ് ഉണ്ട്, നല്ലതാണ്, സജസ്റ്റ് ചെയ്യാം, ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു തരാമെന്ന് പറഞ്ഞ് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളായിരിക്കില്ലല്ലോ. അവർ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ടും അവരുടെ സ്കിന്നിൻ്റെ ഒരു ബെറ്റർ ഹെൽത്തിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കുമല്ലോ. അപ്പം നമ്മൾ കുറച്ച് റെസ്പോൺസിബിൾ ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഈ സ്കിൻ കെയർ ക്ലിനിക്കിൽ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം, അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള, അതായത് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അവരൊന്നിലൊരു ബുക്ക്ലെറ്റ് പോലെ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോരുത്തരും ആ ക്ലിനിക്കിൽ വന്നിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പറയപ്പെടുന്ന വെള്ളം കുടിക്കുന്നതിനും നന്നായി ഉറങ്ങുന്നതിനും മനസ്സ് ശുദ്ധമായി വെക്കുന്നതിനും ഒക്കെ അപ്പുറത്തേക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്നത് എത്രമാത്രം എക്സ്പെൻസീവ് ആണ് എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കുന്നത് എന്തുമാത്രം എക്സ്പെൻസീവ് ആയിരിക്കും. ഞാൻ ഇങ്ങനെ ചോദിച്ച സമയത്ത് സ്റ്റാർട്ടിങ് ഈ ഹൈഫു പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ്, അതായത് നമ്മുടെ ഈ അണ്ടർ ഐ പഫ്നെസ് കാര്യങ്ങൾ ഇതൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് പോലും സ്റ്റാർട്ടിങ് ഫ്രം 15,000 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പോയി ലക്ഷങ്ങൾ ചാർജ് ചെയ്യപ്പെടുന്ന ട്രീറ്റ്മെൻറ്റ്സ് വരെയുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് പെട്ടെന്നൊരാളെ സംബന്ധിച്ചിടത്തോളം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. പക്ഷെ ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും തന്നെ പ്രശ്നകരമായൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം. അവർക്കൊരു പക്ഷേ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരിക്കും. അപ്പോൾ അവരത് പ്രൊമോട്ടും ചെയ്യും. പക്ഷെ അത് കാണുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എമൗണ്ട്, അതും ഇതൊരു വൺ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് അല്ല. ചിലപ്പോൾ ഇയർലി നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വർഷത്തിൽ 2 തവണ നമ്മൾ ഈ സെയിം എമൗണ്ട് നമ്മൾ കണ്ടെത്തേണ്ടി വരും. നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, എന്നാൽ ആ കോസ്റ്റും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് നല്ല കാര്യം. അതല്ലാത്ത പക്ഷം അത് നമ്മളെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിലേക്കും കൂടി കൊണ്ടുവന്നെത്തിക്കുന്ന കാര്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൻ്റെ പുറകെ പോകാതെ നമുക്ക് ഒരു യാഥാർത്ഥ്യ ബോധമുണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയുക, അത് എൻജോയ് ചെയ്യാൻ പറ്റുക. നമ്മുടെ സൗന്ദര്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണ്ടേ? ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ബോധർ ചെയ്യാതെ ഇരിക്കുക എന്ന് പറയുന്ന കാര്യവുമുണ്ട്. ഈ സെൽഫ് ലവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ പറയുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്ത പോലെ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നത്, പിന്നെന്തിനാ നിങ്ങൾ ഒരുങ്ങി പുറത്തേക്ക് പോകുന്നത്? നമ്മൾ ആ അവസ്ഥയിൽ കോൺഫിഡൻ്റ് ആണ് എന്നതിൻ്റെ അർത്ഥം നമുക്ക് നമ്മളെ അങ്ങനെയും ഇഷ്ടമാണ് എന്നാണ്. യാതൊരു തരത്തിലുള്ള മേക്കപ്പോ, ഞാനിപ്പോൾ ഈ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ അഴിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയിലും എനിക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ അതിലൊരു അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. പക്ഷേ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് സ്കിൻ കെയർ ചെയ്യാൻ ഇഷ്ടമാണ്. അത് ഈ പറയുന്ന ഒരു സെൽഫ് ലവിൻ്റെ പാർട്ടായിട്ടോ. ഞാൻ അങ്ങനെ ആയിരിക്കും. ഓരോ മനുഷ്യരും സെൽഫ് ലവ്, ചിലർ യാത്ര പോവും, ചിലർ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, നമ്മൾ ഗിഫ്റ്റൊക്കെ നമുക്ക് തന്നെ വാങ്ങിക്കുക എന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ദിവസം ഇരുന്ന് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നതും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം ഒരുങ്ങി നിൽക്കുന്നതും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു പാർട്ടാണ്. എനിക്ക് എന്നെ അങ്ങനെ കാണാൻ ഇഷ്ടമാണ്. ഈ പെൺപിള്ളേർക്കാണ് ഭയങ്കര മേക്കപ്പ് ഒക്കെ, ഞങ്ങൾ ആണുങ്ങളെ കണ്ടുപിടിക്കൂ, ഞങ്ങൾ ഭയങ്കര സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും പോയിട്ട് ഹെയർ കട്ടും കാര്യങ്ങളും ചെയ്യാറില്ലേ? നിങ്ങൾ നിങ്ങളുടെ ബിയർഡ് ഷേപ്പ് ചെയ്യാറില്ലേ? പിന്നെ സ്കിൻ കെയർ ചെയ്യുന്ന ആൺകുട്ടികളുണ്ട്, വളരെ സീരിയസ് ആയി സ്കിൻ കെയർ ചെയ്യുന്ന. പിന്നെ ഈ അഭിനേതാക്കൾ, ഈ പറഞ്ഞ ബ്യൂട്ടി ക്ലിനിക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ എറണാകുളത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പല സെലിബ്രിറ്റീസിൻ്റെയും ചിരിച്ച മുഖങ്ങൾ ഇങ്ങനെ ഭിത്തിയിലൊട്ടിച്ച് വെച്ചിരിക്കുക. ഇവരൊക്കെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ആംഗിൾ മാറ്റുക, അതിൽ വേറെ പല തരം ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാവരും അവർ ഈ ഇൻഡസ്ട്രിയിൽ ഫിറ്റിനാവുന്നതിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ അവരെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. അവിടെ ആൺപെൺ വ്യത്യാസമൊന്നും
അങ്ങനെയൊന്നുമില്ല. ആൺപിള്ളേർ ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ എനിക്കും വേണമെങ്കിൽ പറയാം ഞാൻ ഇന്നൊരു കാര്യം മാത്രമേ ചെയ്യാറുള്ളൂ എന്ന്. പക്ഷേ ഈ പറഞ്ഞ ടേം അത് നമ്മൾ ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ്. സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടാവും. എനിക്ക് മേക്കപ്പ് ചെയ്താൽ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം വരില്ല. കാരണം എനിക്ക് കുറച്ച് ADHD പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ സ്കിൻ കെയറിന് ഒരുപാട് ശ്രദ്ധ വേണ്ട, ക്ഷമ വേണ്ട കാര്യമാണ്. എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത് പിരിപിരിവരാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴായിരിക്കും. ശ്രുതി അടക്കം എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഒരു സാധനം ഞാൻ പുതിയതായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ എന്തെങ്കിലും പുതിയത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും. അതാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, പുതിയതെന്തെങ്കിലും സ്വന്തമാക്കുക എന്ന് പറയുന്ന പോലെ. അതേപോലെ എന്നിലുള്ളതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ സോൾവ് ചെയ്യാൻ എനിക്കൊരു മാർഗ്ഗങ്ങൾ കിട്ടുമ്പോൾ ഇവിടെയൊക്കെയാണ് എനിക്ക് സന്തോഷം കിട്ടുക, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുക. എനിക്ക് സ്കിൻ കെയർ റൊട്ടീൻ വേണമെന്നില്ല. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. അപ്പം ഒന്ന് നല്ലതാണ് അല്ലെങ്കിൽ ഒന്ന് മോശമാണ്, അത് ചെയ്യുന്നവരൊക്കെ കുറഞ്ഞവരാണ് എന്നുള്ള രീതിയിൽ അതിനെ കാണേണ്ടതില്ല. നമ്മൾ ഇപ്പോൾ ഇത്രയും സെലിബ്രിറ്റീസിൻ്റെ കാര്യം പറഞ്ഞു, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിൻ്റെ കാര്യം പറഞ്ഞു, ഇവരെല്ലാവരും അവരുടെ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുന്നത്, അവരുടെ സ്കിന്നിലടക്കം സ്ട്രക്ചറിലടക്കം ചേഞ്ചസ് വരുന്നത് അവരുടെ സന്തോഷമാണ്, അത് അവരുടെ സ്വയം സ്നേഹമാണ്. അതങ്ങനെ നിൽക്കുമ്പോഴും മിസ്ഇൻഫർമേഷൻസ് പാസ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അതേപോലെ കറുത്ത നിറമുള്ള ഒരാൾ ഞാൻ എൻ്റെ സ്കിൻ കളറിൽ കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ഒരു ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ മേക്കപ്പോ ഇട്ട് കഴിഞ്ഞാൽ ചോദിക്കും, നീ നിൻ്റെ കളറിൽ കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ നീ മേക്കപ്പ് ഇടുന്നത്, അപ്പോൾ നീ കോൺഫിഡൻ്റ് അല്ലല്ലേ. ഇതിവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണോ അതോ മനസ്സിലാക്കിക്കുന്നത് വേസ്റ്റാണ് എന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞ് പിന്മാറണോ, ഡൗട്ടാണിത്. അതോ നീ കൊല്ലണോ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണത്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഒരു സെൽഫ് എക്സ്പ്രഷനാണ്, നമ്മൾ നമ്മളെ തന്നെ എംബ്രേസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ എത്ര കാലമായിട്ട് പറയുന്നു. നിങ്ങളുടെ കയ്യിലൊരു ഫോണുണ്ട്, നിങ്ങൾക്ക് ആ ഫോൺ ഇഷ്ടമല്ലേ, ആ ഫോണായിട്ടിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾക്ക് അതിനെ ഇഷ്ടമല്ലേ, പക്ഷേ നിങ്ങൾ എന്തിനാണ് അതിൻ്റെ ഒരു ഫോൺ കേസും കൂടെ വാങ്ങിച്ചിടുന്നത്? ഫോൺ കേസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് നല്ലൊരു ഫോൺ കേസ് നോക്കി വാങ്ങിച്ചിടുന്നത്? ഇപ്പോൾ ചെറിയ പ്രൈസിനാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഓക്കെ ഭംഗിയുണ്ട് എന്ന് തോന്നുന്നൊരു ഫോൺ കേസ് എന്തിനാണ് നിങ്ങളതിന് വാങ്ങിച്ചിടുന്നത്? നിങ്ങൾക്കതില്ലെങ്കിലും ആ ഫോണിന് ഇഷ്ടമാണ്, പക്ഷേ അതൊന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു നല്ല ഭംഗിയുള്ളൊരവസ്ഥയിലാണ് അതിരിക്കുന്നത് എന്നൊക്കെ തോന്നണ്ടേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും ഉള്ളത്. ഇത് ഈ മേക്കപ്പൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരെന്തോ ഉണ്ണിയാദ്യ പറഞ്ഞ പോലെ എപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്ന ടേമാണ് പുട്ടിയടിച്ചിറങ്ങുക എന്ന് പറയുന്നത്. അവർ ചിലപ്പോൾ പുട്ടിയടിച്ചിട്ട് ഇറക്കും, കാരണം അവർക്ക് പുട്ടിയടിക്കാനുള്ള കഴിവുണ്ട്, പിന്നെ പുട്ടിയടിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ട്. പണ്ട് ഈ സാംസങ്ങിൻ്റെ നോട്ട് സീരീസ് ഫോൺ വന്ന സമയത്ത് ഓഫീസിൽ ഒരാൾ നോട്ട് സീരീസിൻ്റെ ഫോൺ വാങ്ങിച്ചു. അന്ന് അതിന് 10,000-20,000 രൂപ വിലയുണ്ട്. അപ്പോൾ കുറച്ച് സീനിയർ ആയിട്ടുള്ളൊരു പുള്ളി ഉണ്ടായിരുന്നു, ഭയങ്കര അഹങ്കാരം, ജാട, ബാക്കിയുള്ള എല്ലാത്തിനെയും പുച്ഛം, ഈ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇവൻ ഈ ഫോൺ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്ന സമയത്ത് പുള്ളി ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ പൈസ വെറുതെ കളയണത് എന്ന് ചോദിച്ചിട്ട് ഇതിനെ കളിയാക്കി. അത് തിരിച്ചുകൊണ്ട് ഉള്ളതുകൊണ്ടാണ് ചേട്ടാ, എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. എന്ന് പറയുന്ന പോലെ കൈ പൈസയുള്ള, സമയമുള്ള, ഇഷ്ടമുള്ള ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ നിങ്ങൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അത്രേ ഉള്ളൂ. നമ്മുടെ കോൺഫിഡൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബെയറായിട്ട് നടക്കണം എന്നൊന്നുമില്ല. ഏതവസ്ഥയിലാണ് അത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഇന്ന് ഇടുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് അല്ല എനിക്ക് നാളെ ഇടാൻ തോന്നുന്നത്. ഞാൻ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഞാൻ അതേ ലിപ്സ്റ്റിക് ഷെയ്ഡ് തന്നെ ഇട്ട് നടക്കണം, അല്ലെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് ഇടാതെ നടക്കണം എന്നൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് നിങ്ങളുടെ മുന്നിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇതൊന്നും ചെയ്യാതെ ഞാൻ ഇരുന്നൊരു സമയമുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്കിഷ്ടമുള്ള ഉടുപ്പൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി അങ്ങനെ ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ കുറേ നാൾ ഞാനിതൊന്നും ചെയ്യാതിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ലൈഫ് കോച്ച് അശ്വതിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അശ്വതി എൻ്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, ശ്രുതിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താ? ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് നല്ല ഒരുങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരമാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ കുറേ നാളായി അങ്ങനെ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഒരുങ്ങി നടന്നിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത പരിപാടിയൊന്നും വരുന്നില്ല. അപ്പോൾ അശ്വതി പറഞ്ഞു, എന്തിനാ പരിപാടിക്ക് വേണ്ടിയിട്ട് എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? തനിക്ക് തന്നെ കണ്ണാടിയിൽ കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പം ഞാൻ പറഞ്ഞു അതെ, ഇതൊരു രാത്രിയിലാണ് ഞങ്ങളുടെ ഈ ഒരു സെഷൻ നടക്കുന്നത്. അതിനുശേഷം ഞാൻ ഇത് തന്നെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുക. അങ്ങനെയായിട്ട് വെളുപ്പിനെ ഒരു 2:30-3 മണിയൊക്കെ ആയി കാണും. ആ സമയത്ത് എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ എഴുന്നേറ്റ് പുറത്തൊക്കെ പോകുന്ന പോലെ തന്നെ നന്നായിട്ട് റെഡിയായി ഉടുപ്പൊക്കെ ഇട്ട് വെളുപ്പിനെ 3 മണിക്കാണ്. പക്ഷേ എനിക്കിഷ്ടമുള്ള സാരിയൊക്കെ ഉടുത്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ഞാനിങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു. എനിക്ക് എന്നെ തന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറേ നാളായിരുന്നു ഞാൻ എന്നെ അങ്ങനെ കണ്ടിട്ട്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പല ആൾക്കാരും പറയും ഇത് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കെട്ടിയൊരുങ്ങുന്നതെന്ന്. എനിക്ക് പറയണമെന്നുണ്ട്, ഇത് ബാക്കിയുള്ളവരെ എന്തായാലും നിങ്ങളെ കാണിക്കാനല്ല, ആദ്യം നമുക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനെ അതിൻ്റേതായ സെൻസിൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. ആ അപ്രീസിയേഷൻ നമുക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഇതൊക്കെ നമ്മുടെ
മൊത്തത്തിലുള്ള മൂഡിനെയൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കണ്ടിട്ട് അവർ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അതെ, അത്രയേ ഉള്ളൂ. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുങ്ങി നടക്കണോ നടക്കണ്ടായോ, നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യണോ ചെയ്യണ്ടായോ, ഇതൊക്കെ ഓരോ മനുഷ്യൻ്റെയും പേഴ്സണലായിട്ടുള്ള ചോയ്സസ് ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ സെറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന കുറച്ച് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത് അൺറിയലിസ്റ്റിക്. അതായത് ഓരോന്നിൻ്റെയും മെഷർമെൻ്റ് ഒക്കെ എടുത്ത് അത് ബോഡിയുടെ ആയാലും ശരി, നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിൻ്റെ ആയാലും ശരി, അത് ഇൻഫ്ലുവൻസേഴ്സ് വഴിയാണെങ്കിലും ഫിലിം ആക്ടേഴ്സ് വഴിയാണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന ഈ സ്റ്റാൻഡേർഡ്സിനകത്തേക്ക് നമ്മളെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടരുത്. അത് നമ്മൾക്ക് തരുന്ന പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആയിരിക്കണം എന്നില്ല. അത് ഫിനാൻഷ്യലി ആണെങ്കിലും ശരി, മെൻ്റലി ആണെങ്കിലും ശരി. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രഷറിലേക്ക് നിങ്ങളെ ആരെങ്കിലും കൊണ്ടുവന്ന് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അത്തരത്തിലുള്ള കണ്ടൻസ് കൺസ്യൂം ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്ലസ് നമുക്ക് നല്ല അഡ്വൈസസ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ആൾക്കാരുടെ ഹെൽപ്പ് എടുക്കുക. അപ്പോൾ അത്രയാണ് പൊതുജന താല്പര്യാർത്ഥം ഒരു സ്കിൻ കെയർ റൊട്ടീൻ്റെ ചില മിത്തുകൾ, ചില തെറ്റിദ്ധാരണകൾ അതൊക്കെ ഒന്ന് തിരുത്തണം തോന്നി കുറച്ച് ആളുകൾക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.